بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നാം ആ പുണ്യമാസത്തെ ഏറെ ആദരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മാസത്തെ ആദരിച്ചതായി പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, പവിത്രമായ 4 മാസങ്ങൾ എന്ന് പറഞ്ഞതിൽ ഒരു മാസം പരിശുദ്ധമായ മുഹറം മാസമാണ്. എങ്ങനെയാണ് മുഹറമിനെ ആദരിക്കേണ്ടത്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന പ്രതിജ്ഞ, അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ എന്ന പ്രതിജ്ഞ, അത് പാലിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് മുഹറമിനെ ആദരിക്കൽ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ഒരു വയസ്സിന്റെ ഒരറ്റം തീർന്ന് പുതിയ വയസ്സിന്റെ ഒരറ്റം തുടങ്ങുന്ന ഒരു സന്ദർഭമാണ് മുഹറം സമാരംഭവും ദുൽഹിജ്ജയുടെ അവസാനവും. ദുൽഹിജ്ജ മാസം അവസാനിക്കുമ്പോൾ ഒരു വയസ്സ് നഷ്ടപ്പെട്ടു പോയതിന്റെ പശ്ചാത്താപബോധം, മുഹറം മാസം സമാരംഭം കുറിക്കുമ്പോൾ ഒരു പുതിയ വയസ്സിലേക്ക് വേണ്ടി നാം എടുക്കുന്ന നന്മയുടെ പ്രതിജ്ഞ, ഇത് രണ്ടും കൂടി സമന്വയിക്കുന്ന ഒരു സന്ദർഭത്തിൽ എത്തുമ്പോൾ ആ മാസത്തെ ആദരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ മുഹറമിലെ പ്രധാനപ്പെട്ട കുറെ അമലുകൾ വരാറുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുസ് സിയാം ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, ശ്രേഷ്ഠകരമായ ഒരു പ്രതിഫല പ്രതീക്ഷ ഉള്ള ഒരു നോമ്പ്, അത് അള്ളാഹുവിന്റെ മാസത്തിലെ നോമ്പാണ്, അതായത് മുഹറമിലത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ മുഹറം മാസത്തിന്റെ ഒരു പ്രധാന കർമ്മമാണ് മുഹറം മാസത്തിൽ നോമ്പുണ്ടാവുക എന്നത്. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഷൗക്കാനി അവിടുത്തെ അൽ ഫവായിദുൽ മജ്മൂഇയിൽ പറയുന്നുണ്ട്, ദുൽഹിജ്ജ മാസം അവസാനിക്കുമ്പോൾ ഒരാൾക്ക് ആ ദുൽഹിജ്ജയുടെ അവസാനത്തെ പകല് നോമ്പുണ്ട്. മുഹറം ആരംഭിക്കുമ്പോൾ മുഹറമിന്റെ ആദ്യത്തെ ദിവസത്തിലും നോമ്പുണ്ട്. ദുൽഹിജ്ജയുടെ അവസാനത്തെ നോമ്പും അവസാനത്തെ ദിവസത്തിൽ നോമ്പും മുഹറമിന്റെ ആദ്യത്തെ ദിവസത്തിൽ നോമ്പും. നോമ്പോടുകൂടി ഒരു വർഷത്തെ പറഞ്ഞയച്ച് നോമ്പോടുകൂടി ഒരു വർഷത്തെ സ്വീകരിക്കുന്ന ആൾക്ക് 50 വർഷത്തെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അൽ ഫവായിദുൽ മജ്മൂഅ ഇമാം ഷൗക്കാനി അത് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം മുഹറം എന്ന് പറയുന്ന പവിത്ര മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഏതായാലും മുഹറമിന്റെ ആദ്യത്തെ രാവ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഹറമിന്റെ 1-ാം ദിവസം എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ബിസ്മിയോടുകൂടി 360 വട്ടം ആയത്തുൽ കുർസി ഓതല് ആ വർഷത്തെ പൈശാചിക ശർറുകളിൽ പ്രതിരോധിക്കാൻ നല്ലതാണെന്ന് മഹാനായ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉദ്ധരണി കൻസുൻ നജാഹിൽ നമുക്ക് കാണാൻ കഴിയും. മുഹറം മാസത്തിന്റെ ആദ്യ സന്ദർഭം, അതായത് ആദ്യത്തെ രാവോ അല്ലെങ്കിൽ ആദ്യത്തെ പകലോ, പറ്റുമെങ്കിൽ ആദ്യത്തെ രാത്രി തന്നെ 360 വട്ടം ആയത്തുൽ കുർസി ഓതല് വലിയ ശ്രേഷ്ഠതയാണ്. ഒരു കൊല്ലം പിശാച് നമ്മോട് അടുക്കൂല. പിശാചിനെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുമെന്ന് കൻസുൻ നജാഹി വസ്സുറൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാന്മാർ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. മുഹറം മാസത്തെ വരവേൽക്കാൻ 360 ആയത്തുൽ കുർസി മറക്കണ്ട. ബിസ്മിയോടുകൂടെ 360 ആയത്തുൽ കുർസി. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.
മനസ്സിലാക്കി വെക്കണം. മുഹറം മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ആയത്തുൽ കുർസിയുടെ ഒരു വിളംബരം ഉണ്ട് എങ്കിൽ, ആയത്തുൽ കുർസിയെ കുറിച്ച് നമുക്ക് ചെറുപ്പം മുതലേ ഒരു ധാരണ ഉണ്ട്. എന്താണ് ഈ ആയത്തുൽ കുർസി കൊണ്ട് കിട്ടുന്ന നേട്ടം? ആയത്തുൽ കുർസി മുഹറമിന്റെ തുടക്കത്തിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ആയത്തുൽ കുർസിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് തുടങ്ങി അള്ളാഹുവിന്റെ ഇസ്മിൽ അവസാനിക്കുന്ന ആയത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഹു എന്ന പ്രയോഗം. റാത്തീബൊക്കെ കഴിക്കുമ്പോ ഇങ്ങനെ പറയാറുണ്ടല്ലേ, ഹൂ 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 യാ മൻ ഹൂ ഹൂ ഹാ ഹീ ഹൂ ഹയ്യുൻ ഹൂ. അള്ളാഹുവിന്റെ ഹുവ എന്ന ഇസ്മാണത്. ഹുവ എന്നത് ഇസ്മാണ് എന്ന് ആയത്തുൽ കുർസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ഇസ്മ ആയി ഹുവയെ പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, ഹുവ എന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹുവ എന്ന പദം ഇസ്മുൽ അഅ്ലമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇസ്മുൽ അഅ്ലം ആവാൻ സാധ്യതയേറെ ഹുവ. അത് അംഫാസിയായ ദിക്റാണ്. ശ്വസന നിശ്വാസത്തിന്റെ കൂടെ ഇങ്ങനെ പോകുന്ന ദിക്റാണ്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ആണ്ടാണ് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങൾ ഉണ്ടായത്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അള്ളാഹു ഖബർ വെളിച്ചാക്കട്ടെ. മഹാനവരുകളുടെ ഉമ്മ ബിയുമ്മ കിടന്നുറങ്ങുമ്പോ ആ ഉമ്മ ശ്വസന നിശ്വാസം നടത്തുന്നത് ഹുവ എന്നതിനോട് ചേർക്കപ്പെട്ട പോലെ ശ്വസന നിശ്വാസത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിന്റെ ശബ്ദം ശ്രദ്ധിച്ചെന്നാ കേൾക്കാൻ പറ്റുമായിരുന്നത്. ശ്വാസം വിടുന്ന ശബ്ദം പോലും. ബിയുമ റളിയല്ലാഹു അൻഹ വലിയ മഹദി ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്റോറിയലിൽ ഒരിക്കൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്വസന നിശ്വാസത്തിലൂടെ ലയിച്ചു വരുന്ന ഒരു ദിക്റാണ് ഹുവ. അത് ആയത്തുൽ കുർസിയിലുണ്ട്. ഈജിപ്തുകാരനായ മഹാപണ്ഡിതൻ ഷെയ്ഖ് അഹ്മദ് ഷിർബാസി അദ്ദേഹത്തിന്റെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ ഹുവ എന്നതാണ് ഇസ്മുൽ അഅ്ലം എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത്തുൽ കുർസിയില് അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് തുടങ്ങി അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് അവസാനം കുറിക്കുന്ന ഒരു ആയത്ത്, അപൂർവമായ ആയത്ത്, ഇസ്മുൽ അഅ്ലം ഉണ്ടാവാൻ സാധ്യതയുള്ള ആയത്ത്. ഇസ്മുൽ അഅ്ലം ഓതിയിട്ട് അങ്ങോട്ട് ദ്വാരുന്ന വേഗം ഉത്തരവുണ്ടെന്ന. ഇസ്മുൽ അഅ്ലം ഓതണ്ട പോലെ ഓതാൻ ഒരാൾക്ക് കിട്ടിയ അയാൾക്ക് ചിറക് വരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ചിറക് വരുമെന്ന് പറഞ്ഞാൽ പറക്കും എന്ന, പറക്കണ വലിയ എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോ പറക്കും പറക്കും പറന്ന ആളുകളെ പറ്റി രണ്ടാളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതി വരുമ്പോൾ കാണാം ഹാറൂത്ത് മാറൂത്ത് എന്ന് കണ്ടിട്ടില്ലേ? ഹാറൂത്ത് മാറൂത്ത് പറക്കുമായിരുന്നു. ഹാറൂത്ത് മാറൂത്തിന് ഇസ്മുൽ അഅ്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത് ഭൂമിയിലേക്ക് വിട്ടതാണ്. ഇസ്മുൽ അഅ്ലം ചൊല്ലാൻ കിട്ടിയ അള്ളാന്റെ ഒരു ഇസ്മാണത്. അതേതാണെന്ന് മറവി കൊടുത്തുപോയി മനുഷ്യർക്ക്. അതേതാണെന്ന് പരിശുദ്ധമായ ഖുർആന്റെ ചില ആയത്തുകളിലൂടെ എങ്ങനെയുണ്ട്, പലയിടത്തും അതിന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇസ്മുൽ അഅ്ലമാണെന്ന് ബോധ്യമാകും ഒരാൾക്ക് അള്ളാഹു ഉള്ളിൽ വെളിച്ചം കൊടുത്തു കഴിഞ്ഞാൽ. അതങ്ങോട്ട് ഓതിയ അങ്ങോട്ട് പറക്കാം, അവിടെ വരെ എത്തുന്ന. ഇസ്മുൽ അഅ്ലം ഓതിയിട്ട് ചുമ്മാ അങ്ങോട്ട് ഓതിയിട്ട് ദുആറെന്ന് കഴിഞ്ഞാൽ ഇസ്മുൽ അഅ്ലമാണെന്ന് ബോധ്യമായിട്ട് ആ ദിക്ർ അങ്ങോട്ട് ഓതിയിട്ട് ഇസ്മോദിയിട്ട് ദുആറെന്ന വേഗം ഉത്തരവുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആനിൽ ആയത്തുൽ കുർസിയിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ആയത്തുൽ കുർസി 360 ഓതാണ് ഒരു കൊല്ലത്തെ കാവലിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു ആയത്തുൽ കുർസി ഒരു ദിവസത്തിന്. അങ്ങനെയാണല്ലോ മുഹറം 1 ആദ്യ ദിവസം ആദ്യ രാത്രി മുതൽ തുടങ്ങിയിട്ട് 360 അങ്ങ് ചൊല്ലുമ്പോൾ 360 ദിവസത്തേക്കുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത്. 1,00,000-ൽ പരം മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെയും അവർക്ക് കിട്ടിയ ഏടുകളിലൂടെയും പ്രചരിപ്പിച്ച തൗഹീദിന്റെ ഒറ്റ വാക്കാണ് ആയത്തുൽ കുർസി. തൗഹീദിന്റെ മത്തൻ എന്ന് പറയാൻ പറ്റും. ആയത്തുൽ കുർസി മത്നുൽ ജാമിഉൽ ലിത്തൗഹീദ്. ലോകത്ത് വന്നുപോയ എല്ലാ നബിമാരും പ്രചരിപ്പിച്ച തൗഹീദിന്റെ ഒറ്റ വാക്ക് ഏതെന്ന് ചോദിച്ചാൽ ആയത്തുൽ കുർസിയിൽ പറയുന്ന, ആയത്തുൽ കുർസി വിഭാവനം ചെയ്യുന്ന ആശയം എന്തോ അതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ആയത്തുൽ കുർസി നിരന്തരം ഉണ്ടായിരുന്നു.
അപ്പൊ മുഹറം വന്ന ആയത്തുൽ കുർസിയോട് ഒരു പിടുത്തം വേണം. മുഹറം വന്നാൽ ആയത്തുൽ കുർസിയോട് ഒരു ബന്ധം വേണം. ആദ്യത്തെ രാത്രി തന്നെ 360 ചൊല്ലണം എന്നാണ്. കേട്ടോളൂ, ഇന്നഹ ആയത്തുൽ കുർസി കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉഹാ കസീറൻ ഫീ മവാദിഅ കസീറ. ഒരുപാട് സന്ദർഭങ്ങളിൽ മുത്തുനബി ആയത്തുൽ കുർസി ഓതുമായിരുന്നു. ഫകാന യഖറഉഹാ ഫീ കുല്ലി സ്വബാഹിൻ വമസാ. സുബഹിക്കും മഗ്രിബിനും റസൂലുള്ളാഹി ആയത്തുൽ കുർസി ഓതുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീ ദുബരി കുല്ലി സ്വലാഹ്, എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും ഹബീബായ നബി തങ്ങൾ ആയത്തുൽ കുർസി ഓതുമായിരുന്നു. വഇൻദൻ നൗം, ഉറങ്ങാൻ നേരം ആയത്തുൽ കുർസി ഓതുമായിരുന്നു. വഇൻദമാ യുരീദു അൻ യർഖി നഫ്സഹു ഔ യർഖി ഗൈറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹിബ്ബു അൻ യഖറഅ ബൈനൽ അദാനി വൽ ഇഖാമ ആയത്തുൽ കുർസി. വാങ്ക് വിളിച്ച് ഇഖാമത്തിന്റെ വാങ്ങിന്റെ ഇടയിലായിട്ട് ആയത്തുൽ കുർസി ഓതുന്ന റസൂലുള്ളാഹിക്ക് ഇഷ്ടായിരുന്നു. ഹദീസിൽ കാണാലോ, ഇന്നമൻ ഖറഅ ദാലിക ബൈനൽ അദാനി വൽ ഇഖാമത്തി ലം യുക്തബ അലൈഹിമാ ബൈന സ്വലാത്തൈൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹുൽ മുഈന ഞാൻ വായിച്ചത്. ഒരു മനുഷ്യൻ വാങ്ക് വിളി കഴിഞ്ഞ ശേഷം ഒരു ആയത്തുൽ കുർസി ഓതി ഇഖാമത്ത് കൊടുക്കുന്നതിന് ഉള്ളിലായി, അവൻ എപ്പോഴേലും നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കണമല്ലോ, അതിന്റെ ഉള്ളിലായിട്ട് ഒരു ആയത്തുൽ കുർസി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വാങ്ക് വിളിച്ച ആയത്തുൽ കുർസി ഓതി അടുത്ത വാങ്ക് വിളിക്കുന്നതിനുള്ളിലായി അവൻ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അവൻ ചെയ്ത, അവനിൽ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളെ പൊറുത്തു എന്ന പദവി അള്ളാഹുവിന് കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി ഓതൽ സുന്നത്തായ മറ്റൊരു സന്ദർഭമുണ്ട്. ഫത്ഹുൽ മുഈൻ വസുന്ന അൻ യുഖറഅ ഇൻദൽ മർഅതി വഹിയ തത്ലുഖു. ആയത്തുൽ കുർസി ഒരു പെണ്ണിന് പ്രസവ വേദന വരാൻ വേണ്ടി, പ്രസവ വേദനയുടെ സന്ദർഭത്തിൽ ആ ലേബർ റൂമിൽ ആ മോള് പുറത്തിരുന്ന ആയത്തുൽ കുർസി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാം. ഓതുമ്പോ മനസ്സിൽ തട്ടി ഓതണം. ഇതൊരു ദുആയാണ്, ഇതുകൊണ്ട് ഫലമുണ്ട്. എന്റെ മോൾക്ക് ആപത്തൊന്നും വരല്ലേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത പ്രസവ നേരത്ത് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കുക. ഗർഭിണിയെ കേൾപ്പിക്കുക, ഗർഭിണി ഓതാ, ആയത്തുൽ കുർസി ഓതാ. എത്ര ശ്രേഷ്ഠതയാ. ഫൈദാ ഖുരിഅത ആയത്തുൽ കുർസി സബഅൻ അലാ മാഇൻ. കേട്ടോളൂ, സയ്യിദുൽ ബക്രി ഇആനത്ത് താലിബീനിൽ പറയുന്നു, ആയത്തുൽ കുർസി 7 വട്ടം ഓതി വെള്ളത്തിലൂതി വറസ്ബിഹി വജ്ഹൽ മസ്റൂഇ. ബാധയേറ്റ് ബോധം കെട്ട് കിടക്കുന്ന ആള്, അങ്ങനെയുണ്ടല്ലോ, ശൈത്താനിയത്ത് സംഭവിച്ചു ബോധം കെട്ടുപോയി, അവന്റെ മുഖത്ത് 7 വട്ടം ആയത്തുൽ കുർസി ഊതിയ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹു യഫീഖു, പിശാച് അവനിൽ നിന്ന് മാറിപ്പോകും, അവന് ബോധം വരുമെന്ന് ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനം ശാഫിഈ മദ്ഹബിലെ പ്രധാന ഗ്രന്ഥമായ ഇആനത്ത് ത്വാലിബീൻ സയ്യിദുൽ ബക്രി ഇത് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ജീവിത സംരംഭങ്ങളിൽ ബറക്കത്തുണ്ടാവാനൊക്കെ ആയത്തുൽ കുർസി വളരെ നല്ലതാണ്. മുഹറമിന്റെ ആദ്യ സന്ദർഭം ഈ ഒരു സന്ദേശം തരുന്നുണ്ട്. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫഅലം അന്ന ആയത്തുൽ കുർസി കൻസും മിൻ കുനൂസി അർശിർ റഹ്മാൻ. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലെ ഒരു നിധിയാണ് ആയത്തുൽ കുർസി എന്നാണ് മഹാനായ ഹബീബായ നബി തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയിൽ നിന്നാണ് ആയത്തുൽ കുർസി നമുക്ക് കിട്ടിയത്. ലാ യഅലമു നിഹായത അസ്റാരിഹാ ഇല്ലല്ലാഹ്. ആയത്തുൽ കുർസിയുടെ രഹസ്യങ്ങളെ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയൂല. وكل إنسان مؤمن يداوم على قراءتها في جميع الأحوال والأوقات. ഏത് സന്ദർഭത്തിലും ഒരു മുഅ്മിനായ മനുഷ്യന് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. യഈശു ഫി ബറകാതിഹാ ഫിദ്ദുനിയാ. എന്നാൽ ദുനിയാവിന്റെ ജീവിതം ബറക്കത്താ. വയകൂനു മിനൽ ഫായിസീന ബിന്നഈമിൽ മുഖീമി ഫിൽ ആഖിറ. ആയത്തുൽ കുർസി നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ തൗഹീദിന്റെ ഏറ്റവും വലിയ ആകത്തുകയല്ലേ ഈ പാരായണം ചെയ്തത്. അതുവഴി അവന്റെ മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അവന്റെ നാവ് വഴങ്ങി വരും. അതുവഴി അവന്റെ ആഖിറം രക്ഷപ്പെടും, ദുനിയാവിൽ ബറക്കത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയത്തുൽ കുർസി ഉൾപ്പെട്ടിരിക്കുന്നത് അലാ തൗഹീദിൽ ഇലാഹിയ, അള്ളാഹുവിന്റെ ഏകത്വത്തെ, അവൻ ഏകനാണ് എന്നതിനെ പരിപൂർണമായും അവതരിപ്പിക്കുന്നുണ്ട് ആയത്തുൽ കുർസി. വതൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ പരിപാലനത്തിന് അവനോളം ആരും ഇല്ല എന്നത് പറയുന്നുണ്ട് ആയത്തുൽ കുർസി. വതൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ ഇസ്മുകളുടെ മാത്രം പ്രത്യേകതകളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും എമ്പാടും പറയുന്നുണ്ട് ആയത്തുൽ കുർസിയിൽ.
വഅലാ ഇഹാതതി മുൽകിഹി, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ വിശാലത പറയുന്നുണ്ട്. വഇഹാതതി ഇൽമിഹി, അല്ലാഹുവിന്റെ അറിവിന്റെ വിശാലത പറയുന്നുണ്ട്. വസഅതി സുൽത്താനിഹി, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ വിശാലത പറയുന്നുണ്ട്. അവന്റെ രാജപദവിയുടെ വിശാലത പറയുന്നുണ്ട്. അവന്റെ ഉന്നതിയെ കുറിച്ച് പറയുന്നുണ്ട്. വഅലമതിഹി, അവന്റെ വലിപ്പത്തെ കുറിച്ച്. വഉലുവിഹി, അവന്റെ ഉയർച്ചയെ കുറിച്ച്. എല്ലാ സൃഷ്ടികളെക്കാളും അവൻ എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്നു, സൃഷ്ടികളിൽ നിന്നും എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്നു എന്ന അള്ളാഹുവിന്റെ വലിപ്പത്തെ പറയുന്നുണ്ട് ആയത്തുൽ കുർസി. ഇങ്ങനെ വരുന്നോടത്ത് കാണാം ആയത്തുൽ കുർസി പരിശുദ്ധമായ ഖുർആനിലെ ഏകദേശം ഒറ്റപ്പെട്ട ഒരായത്താണ്. ഇതുപോലത്തെ ഒരായത്ത് വേറെ കാണാനില്ല. വലഹാ ശഅ്നുൻ അദീം, ഒരുപാട് കാര്യങ്ങളുണ്ട് ആയത്തുൽ കുർസിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് എന്നവരെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം, സ്വഹീഹ് മുസ്ലിം, യാ അബൽ മുൻദിരി അത്തദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം. ഉബയ്യ് ഇബ്നു കഅബ് എന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിലെ വലിയ വിവരമുള്ള സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് എന്ന മഹാൻ. ഉബയ്യ് ഇബ്നു കഅബിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, മോനെ ഉബയ്യേ, ഖുർആൻ നിനക്ക് മനപ്പാഠമാണല്ലോ, നീ ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുണ്ടല്ലോ, നീ മനപ്പാഠമാക്കിയ ഖുർആന്റെ അനുഗ്രഹീതമായ വാക്കുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കാണ്, മോനെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്തേതാണെന്ന് നിനക്കറിയോ? അതുവരെ ആരും ആ അറിവ് കേട്ടിട്ടില്ല കേട്ടോ. അള്ളാഹുവിന്റെ ഖുർആൻ മനപ്പാഠമുള്ള ഉബയ്യ് ഇബ്നു കഅബ് എന്നവരെ, പൊന്നുമോനെ, നീ മനപ്പാഠമാക്കി വച്ചിരിക്കുന്ന 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏത് ആയത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? ഉബയ്യ് ഇബ്നു കഅബിന് അറിയാം. മഹാപണ്ഡിതനായ ഉബയ്യ് ഇബ്നു കഅബ് എന്ന സ്വഹാബി ഉണ്ടല്ലോ, വിനയം കൊണ്ട് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലമു, റബ്ബിനറിയാം, റസൂലിനറിയാം, ഉബയ്യിനറിയില്ല നബിയേ. ആ വർത്താനത്തിൽ തന്നെ ഒരു വിനയുണ്ട്. റസൂലുള്ളാഹി വീണ്ടും ആവർത്തിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബൽ മുൻദിരി തദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം. ഉബയ്യേ, നീ മനപ്പാഠമാക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത് ഏതാണെന്ന് നിനക്കറിയുമോ? ഖാല, ഉബയ്യ് പറയാൻ തുടങ്ങി, ഖുൽതു, ഞാൻ അന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നബിയേ, ആയത്തുൽ കുർസിയ, ആയത്തുൽ കുർസിയ. റസൂലുള്ളാഹി ചിരിച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് പുഞ്ചിരി വന്നു. ഫല്ലറബ ഫീ സദ്രി, പുന്നാര നബി തങ്ങൾ എന്നോട് ചേർന്ന് വന്നു, എന്റെ നെഞ്ചിന്റെ മുകളിൽ പതുക്കെ തലോടി ഒന്ന് തട്ടി, എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലിയക്നികാൽ ഇൽം യാ അബൽ മുൻദിർ. ഓ ഉബയ്യ് ഇബ്നു കഅബ് എന്നവരെ, അങ്ങയുടെ ഇൽമിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആയത്തിനെ കുറിച്ച് വലിയ ശ്രേഷ്ഠതയാണ്, വലിയ ശ്രേഷ്ഠതയാണ്, വലിയ ശ്രേഷ്ഠതയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇബ്ലീസ് പോലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഓതിയ ഞാൻ വരൂല, ഇത് ഓതണ്ട പോലെ ഓതണം. എന്താ ആയത്തുൽ കുർസിയിൽ പറയുന്നത്? വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. അങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിന്റെ കുർസിയെ കുറിച്ച് പറയുന്ന ഖുർആനിലെ മറ്റൊരിടം ഇല്ല. എന്താ കുർസി? കുർസി എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയിൽ ഒരു നാണയം വെച്ചാൽ ആ നാണയം എത്ര വലിപ്പമുണ്ടോ അള്ളാഹുവിന്റെ അർശിൽ കുർസി അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ അർശിന്റെ മുകളിലെ കുർസി അത്രേ ഉള്ളൂ. ഇരിപ്പിടം, അള്ളാഹ് ഇരിക്കുന്ന ഇടം എന്ന് പറയാം. അള്ളാഹുവിന്റെ ഇരിപ്പാണോ? ആ അള്ളാഹു. ഒരു മരുഭൂമിയിൽ ഒരു നാണയത്തൊട്ട് വെച്ച പോലെ എന്ന മഹാന്മാർ പറഞ്ഞത്. ആ നാണയത്തൊട്ടിന്റെ വലിപ്പം എന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന കുർസിയുടെ വലിപ്പം കേട്ടോ. ഏഴാകാശങ്ങളെ ഭൂമിയെ നിരത്തി വെച്ചാലും അല്ലാഹുവിന്റെ കുർസിയുടെ വലിപ്പം എവിടെയും പറഞ്ഞു തീരൂല.
മഹാന്മാര് പറയുന്നുണ്ട് 7 നാണയത്തുട്ടുകളെ കൊണ്ടുവന്ന് ഒരു മരുഭൂമിയിൽ വെച്ചാൽ 7 ആകാശം അല്ലാഹുവിന്റെ കുർസിയുടെ മുകളിൽ അത്രേ ഉള്ളൂ. കുർസിയാവട്ടെ അല്ലാഹുവിന്റെ അർശിൽ ഒരു ശരീരത്തിന്റെ ചെറുവിരൽ പോലെ, ആ ശരീരത്തിന്റെ ഭാഗത്തിൽ ചെറുവിരലിന്റെ വലിപ്പം പോലെ എന്ന് പറയേണ്ടി വരും. അപ്പൊ അല്ലാഹുവിന്റെ അർശ് അത്ര വലുതാണ്. അർശിനെ പടച്ചത് മുഹറമില, അല്ലാഹുവിന്റെ അർശ് പടക്കപ്പെട്ടത് മുഹറം 10 സയ്യിദുനാ റസൂലുള്ളാഹി കുർസി പടക്കപ്പെട്ടത് മുഹറം 10. ഇബ്രാഹിം നബിയെ സൃഷ്ടിച്ചത് മുഹറം 10, ജനിച്ചത് മുഹറം 10. ഒരുപാട് സൃഷ്ടികൾ, ഞാൻ അതിലേക്ക് പിന്നെ വരാം. ആയത്തുൽ കുർസിയുടെ ബന്ധം വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്, 7 ആകാശങ്ങളെക്കാൾ വലിപ്പമാ. 7 ആകാശങ്ങൾ നിരത്തി വെച്ചാൽ ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമാ ആകാശം. ഭൂമി തന്നെ മനുഷ്യൻ കണ്ടിട്ടില്ലോ. ഭൂമിയിൽ മനുഷ്യൻ കണ്ടു തീരാൻ ഇനി 97% കൂടി ഉണ്ടെന്നാ പറയുന്നത്. ഭൂമി തന്നെ കണ്ടിട്ടില്ല. ഭൂമി ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി ഒരാൾ അള്ളാഹുவோട് അനുവാദം ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു, കറങ്ങി കണ്ടോ എന്ന് പറഞ്ഞു. മൂപ്പരിങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഇന്നാ മക്കന്നാലഹു ഫിൽ അർദ്, ഭൂമിയിൽ കറങ്ങാൻ വേണ്ടി മൂപ്പർക്ക് നാം സൗകര്യം കൊടുത്തു എന്ന് സൂറത്തുൽ കഹ്ഫ്. അങ്ങനെ ആളിങ്ങനെ കറങ്ങി 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 അതിരുവിട്ടു. അവസാനം ആ മനുഷ്യൻ ഒരു അത്ഭുത കാഴ്ച കണ്ടു. ഒരു വലിയ പർവ്വതം കണ്ടു. ആ പർവ്വതം കണ്ട മനുഷ്യൻ അമ്പരന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ മനുഷ്യനാണ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു. ആ മഹാൻ ഭൂമിയുടെ അതിരുകൾ കടന്ന് അതിനപ്പുറത്തേക്ക് ചെന്നപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ട ആ വലിയ പർവ്വതമാണ് ഖാഫുമല. സൂറത്ത് ഖാഫിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ഖാഫുമല പാട്ട് കേട്ടിട്ടില്ലേ? ഖാഫുമല കണ്ട പൂങ്കാറ്റേ, അങ്ങനെ ഒരു മലയുണ്ട്. ഭൂമി അത്രയും വലിപ്പമാണ്. ആ ഭൂമിയേക്കാൾ എത്രയോ വലിപ്പം ആകാശം. ഒരു കടല് കാണാൻ ചെന്നാൽ കണ്ടു തീരുമോ? ഒരറ്റത്ത് നിന്നിങ്ങനെ അങ്ങോട്ട് നേരെ നോക്കി അറ്റം കാണൂല. അപ്പോഴിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തല ഒന്ന് വലത്തേക്കോ ഇടത്തേക്കോ തിരിച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും പിന്നെയും കടലാതെ കാണണമെങ്കിൽ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ച നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് തിരിയണം. അപ്പൊ അതൊന്നും കാണാൻ പറ്റണില്ല. കടല് തന്നെ മനുഷ്യൻ കണ്ടിട്ടില്ല. ഭൂമി തന്നെ കടലിനെ എത്ര ഉൾക്കൊള്ളുന്നോ ആ ഭൂമിയും കണ്ടിട്ടില്ല. ഭൂമിയേക്കാൾ എത്രയോ വലുതാകാശം, ആകാശത്തെ മനുഷ്യൻ കണ്ടിട്ടില്ല. 7 ആകാശങ്ങൾ നിരത്തി വെച്ചാലും അല്ലാഹുവിന്റെ കുർസിയുടെ വലിപ്പം വലുതാണ്. വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. അത്ര വിശാലമായ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സംരക്ഷണത്തിലേക്ക് അല്ലാഹുവിന്റെ നോട്ടത്തിൽ കുറവില്ല. ഒരു ATM ബോക്സ് സംരക്ഷിക്കാൻ രാത്രി ഒരാൾ അവിടെ കാവലിർത്തിയാൽ മൂപ്പര് ഒരു 12 മണിയാകുമ്പോഴേക്കും ഉറക്കം പിടിച്ചിരിക്കും. എന്തുകൊണ്ട്? മൂപ്പർക്ക് അത് തന്നെ നോക്കാൻ പറ്റണില്ല. ആ ഏരിയ ഒരു 10-20 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയ നോക്കാൻ മൂപ്പർക്ക് പറ്റണില്ല. അള്ളാഹു എങ്ങനെയാ? ഉറങ്ങൂലല്ലോ, ഉറക്കോലല്ലോ. ലാ തഖുദുഹു സിനതു വലാ നൗം, തൂങ്ങി ഉറക്കമില്ല അല്ലാഹുവിന്. വലാ നൗം, കിടന്നുറക്കവുമില്ല. അങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കുന്നവനാ ഈ ഭൂമിയുടെ രഹസ്യത്തിന്റെ അറകളിലേക്ക് നോക്കുന്നവൻ. കൂരിരുട്ടിൽ ഒരു ഉറുമ്പിന്റെ കാല് പറിച്ചു വെച്ചത് കണ്ടവൻ. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ കൊച്ചുമീൻ കണ്ണ് ചിമ്മിയത് കണ്ടവൻ. അല്ലാ അല്ലാ, അത് പറഞ്ഞ ആയത്താണ് ആയത്തുൽ കുർസി. അത് പറഞ്ഞ ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി ഇന്നലഹാ ലിസാനൻ വശഫതൈനി തുഖദ്ദിസുൽ മലിക ഇൻദ സാഖിൽ അർശി. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, ആയത്തുൽ കുർസിയിന് റബ്ബ് ഒരു പ്രത്യേകമായ രൂപം കൊടുത്തിട്ടുണ്ട്. ആ രൂപമുള്ള ആയത്തുൽ കുർസിയിന്
രണ്ട് ചുണ്ടും ഒരു നാവുമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നാവും ചുണ്ടും വെച്ച് ആയത്തുൽ കുർസി ഇങ്ങനെ ഉരവിട്ട് കൊണ്ടിരിക്കുക. അർശിന്റെ തൂണിന്റെ ചുവട്ടിലാ ആയത്തുൽ കുർസിയുള്ളത്. സുബ്ഹാനല്ലാഹ്, റബ്ബിന് വേണ്ടി ഇങ്ങനെ ദിക്ർ, സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുഹറം മാസം വന്നാൽ ആയത്തുൽ കുർസിന്റെ ഒരു സന്ദർഭമുണ്ടെന്ന് പറയാണ്. മുഹറം വന്ന ആയത്തുൽ കുർസിന്റെ സന്ദർഭം. ഒരു ഹദീസ് കേട്ടോളൂ, അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും പറയാറൊക്കെ ഉള്ളതാണ്. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ പറയുന്നു, ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ പറയുന്നു, അൻ അബി ഉമാമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ യമൂത്ത്. ഒരാളെ എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും ഒരു വട്ടം ആയത്തുൽ കുർസി ഓതല പതിവുണ്ട്. ദിവസത്തെ ആയത്തുൽ കുർസി 5 എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കിക്കോളൂ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ആ മനുഷ്യൻ സ്വർഗത്തിന്റെ മുന്നിലെത്തി നിൽക്ക, ഇനി അങ്ങോട്ട് കടക്കാൻ അവന്റെ മരണം മാത്രമാ തടസ്സമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി മരിച്ചാ മതി, ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ അത്രയും സ്വർഗത്തോട് അടുത്ത് സ്വർഗത്തിന്റെ വാതിൽക്കൽ അവനുള്ളത്. സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇസ്മുൽ അഅ്ലമുണ്ട്. ജീവിതത്തിൽ വലിയൊരു അമല ആയത്തുൽ കുർസി കൊണ്ടെടുക്കാൻ പറ്റാ എന്ന് പറഞ്ഞാൽ വലിയ അമലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ മുതൽ സംരക്ഷിക്കുന്നോടത്തേക്ക് വേഷപ്രച്ഛന്നനായി വന്ന പിശാചുണ്ടല്ലോ, അവൻ പിടിക്കപ്പെട്ടു കള്ളനാണെന്ന് ബോധ്യമായി, വിട്ടഴിച്ചു. ആ സമയത്ത് പിശാച് പറഞ്ഞു കൊടുത്ത, അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുത്ത ഒരറിവ് അബൂ ഹുറൈറ കേട്ടുപിടിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, വന്നത് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യ. എന്താണ് അവൻ പറഞ്ഞതെന്നറിയോ? ഉറങ്ങാൻ നേരം ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നു, ഞാൻ അടുത്തേക്ക് വരന്നല്ല, അത്രത്തോളം അകന്നു പോകുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി മഹാന്മാരായ മുഹദ്ദിസുകൾ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ മറ്റും ആ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ തൗഹീദിന്റെ 10ഓളം പ്രമേയങ്ങൾ ആയത്തുൽ കുർസി ഇങ്ങനെ ചുറ്റി വലയം ചെയ്തിരിക്കാം. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല, അള്ളാഹു തൗഫീഖ് പിന്നെ എപ്പോഴെങ്കിലും അതേക്കുറിച്ച് പറയാം. ഏതായാലും വലിയ ശ്രേഷ്ഠതയാണ് ആയത്തുൽ കുർസി, വലിയ ശ്രേഷ്ഠത. ഇസ്മുൽ അഅ്ലമുണ്ട്, ദുആന ഉത്തരവുണ്ടെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ, ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഹദീസ് പറയുന്നുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുൽ അഅ്ലം അൽ ബഖറയിലുണ്ട്, ഇസ്മുൽ അഅ്ലം ആലു ഇംറാനിലുണ്ട്, ഇസ്മുൽ അഅ്ലം സൂറത്ത് ത്വാഹയിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാര് തേടി, മഹാനായ ഖാസിം അബൂ അബ്ദുറഹ്മാൻ എന്നവര് പറയാ, ഈ 3 സൂറത്തും ഞാൻ നോക്കി. അൽ ബഖറ ഓതി. അപ്പൊ അൽ ബഖറ ഓതിയപ്പോ ഞാൻ കണ്ടത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം, അതാണ് വിഷയം. അൽ ബഖറയിൽ അങ്ങനെ കണ്ടു. ആലു ഇംറാൻ തുടങ്ങിയപ്പോ തന്നെ കണ്ടു അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആലു ഇംറാന്റെ തുടക്കത്തിൽ കണ്ടു. സൂറത്ത് താഹയിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അവിടെ കാണാം പിശാച് മുഖം കുത്തി വീഴുന്ന രംഗം പറയുന്നുണ്ട്. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം എവിടെ ഇങ്ങനെ കാണാറുണ്ടല്ലോ, ദിക്റൊക്കെ ചൊല്ലുമ്പോ യാ ഹയ്യൂ യാ ഖയ്യൂം അല്ലേ? ആയത്തുൽ കുർസിന്റെ ഒരു പ്രധാന പ്രമേയാണത്. ഹയ്യാണ് അല്ലാഹ്, ഖയ്യൂമാണ്. ആരാ ഹയ്യ്? ജീവിപ്പിക്കുന്നവൻ. ഖയ്യൂമാരാ? നിയന്ത്രിക്കുന്നവൻ. ബദറിലേക്ക് സ്വഹാബികൾ ചെന്നു, കയ്യിലൊന്നുമില്ല,
മഹാനായ സഅദ് ബിൻ മുആദിന്റെ നേതൃത്വത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് വിശ്രമിക്കാൻ വേണ്ടി ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കും. വിശ്രമവേളയിലോ മറ്റോ പ്രാർത്ഥനയ്ക്കോ നിസ്കാരത്തിനോ ഒക്കെ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിലേക്ക് വരുമായിരുന്നു. അവിടെ വന്നപ്പോൾ ഞാൻ കയറി ചെന്നു. ഒരു സന്ദർഭത്തിൽ ബദറിൽ വെച്ച് ഞാൻ ആ ടെന്റിലേക്ക് കയറി ചെന്നപ്പോ പുന്നാര പൂമാൻ സുജൂദിലാ. അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരയാ. ആ സന്ദർഭത്തിൽ സുജൂദിൽ തേങ്ങലടിച്ച് കരയുന്ന നബിതങ്ങൾ അവിടെ വെച്ച് ചൊല്ലുന്ന ഒരു ദിക്ർ ഞാൻ കേട്ടു. യാ ഹയ്യോ യാ ഖയ്യൂം, യാ ഹയ്യോ യാ ഖയ്യൂം. ആയത്തുൽ കുർസി തുടങ്ങുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അലി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ അങ്ങ് കയറി ചെന്നപ്പോ ഹബീബായ നബി തങ്ങൾ സുജൂദില അവിടെ കിടന്ന് ഇങ്ങനെ ദ്വാരക്കാ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ വിഭാവനം ചെയ്യുന്ന ഒരു വലിയ കാവല് ആയത്തുൽ കുർസിയിലൂടെ ഉണ്ട്. മുഹറം മാസത്തിൽ വർദ്ധിപ്പിച്ചോ എല്ലാ ഐശ്വര്യങ്ങളും ബർക്കത്തും ഒഴുകി ഒഴുകി എത്തും. ആയത്തുൽ കുർസി വർദ്ധിപ്പിച്ചാൽ മതി. ആയത്തുൽ കുർസിയെ മുറുകെ പിടിക്കുക. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.